Hello, good evening and welcome back to my channel. So, end of it. ഇനി വല്ല പ്രേതമാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഞാൻ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഹൗസ് വാമിംഗ് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. 2 ദിവസം ഫംഗ്ഷൻ ആയിരുന്നു. ഒരെണ്ണം ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം കോട്ടയത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട്. കോട്ടയത്ത് കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു ദിവസമായിരുന്നു. 2 ഫംഗ്ഷൻസും അടിപൊളിയായിട്ട് നടന്നു. എല്ലാം സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. പൂജകളും ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ എന്തായാലും മനസ്സൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ താമസം തുടങ്ങിയിട്ടില്ല. അമ്മ അച്ഛനും 15th ശേഷം ഷിഫ്റ്റ് ആവുള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ പതുക്കെ വന്ന് തുടങ്ങിയിട്ട് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് February 13th. അപ്പോൾ നാളെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ February 14th. അപ്പോൾ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വാലന്റൈൻസ് ഡേ വിഷസ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കോട്ടയം പോവും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീതുവിൻ്റെ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അവളൊരു വാലന്റൈൻ ബേബിയാണ്. February 14th അവളുടെ ബർത്ത്ഡേ. സോ നാളെ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പോവും. ചെറിയൊരു കുട്ടി ഫംഗ്ഷൻ. അപ്പോൾ അതാണ് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ പ്ലാൻ. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എന്താ വാലന്റൈൻ ഡേ സ്പെഷ്യൽ ഫങ്ഷൻസ് അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ കറക്കമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവളുടെ ബർത്ത്ഡേ വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷസ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഗൗരി ടു മച്ച് അഗാറ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. കുറേ പേര് കമൻസിൽ ദിസ് ഇസ് എ പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുന്നവരുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലായിരിക്കാം, പക്ഷേ എന്താ പറയുക, മറ്റൊരു രീതിയിൽ അത് ഉപയോഗപ്പെടുന്ന ഒരു വിഭാഗം ഒരുപാട് ആൾക്കാർ. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, ഗൗരി ഞങ്ങൾ അത് വാങ്ങിച്ചു നോക്കി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ഞങ്ങളുടെ ലൈഫ് കുറച്ചൊരു ഈസി ആയി എന്ന് പറയുന്നവരുണ്ട്. സോ ഇപ്പം എല്ലാ പ്രൊമോഷൻസും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ലെങ്കിലും അത് ഉപയോഗപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്, അല്ലെങ്കിൽ അയ്യോ ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ ഇത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു അങ്ങനെ ചോദിക്കുന്നതിനൊരു പ്രസക്തി ഇല്ല. ബിക്കോസ് അത് ഒരുപാട് ഞാൻ ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ അഗാറ പ്രൊഡക്ട്സിനെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ഞാൻ നിങ്ങളിലേക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് തരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ഇത് അഗാറയുടെ ഒരു റിഗൽ ഇലക്ട്രിക് റൈസ് കുക്കറാണ്. ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ബേസ് റൈസ് കുക്കറാണ്, ഇലക്ട്രിക്. അപ്പോൾ എന്തുകൊണ്ട് അഗാറ പ്രോഡക്ട്സ് മച്ച് ബെറ്റർ ആവുന്നു എന്നുള്ളത് ഞാൻ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എന്തുകൊണ്ടാണ് വൈ ഐ ചൂസ് അഗാറോ എന്നുള്ളതിനൊരു റിപ്ലൈ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ മൾട്ടിപർപ്പസ് കെറ്റിൽ അത് വാങ്ങിച്ചിട്ട് ഒരുപാട് കുട്ടികളുണ്ട് ഈ മെസ്സേജ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് രാവിലെ എണീറ്റാൽ നമുക്ക് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കാം. രാവിലെ വിഭവസമൃദ്ധമായി ഫുഡ് ഉണ്ടാക്കാം, ഉച്ചയ്ക്കും അതുപോലെ ഉണ്ടാക്കാം, രാത്രി അതുപോലെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ ചിലപ്പം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും അതുപോലെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ബിസി ലൈഫിൽ അവർക്കങ്ങനെ കംപ്ലീറ്റ്ലി അവരുടെ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരതിനെപ്പറ്റി അറിയാൻ വരുമല്ലോ, അല്ലെ, അതിനെപ്പറ്റി അവർക്കൊരു അറിവ് കിട്ടും. സോ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ലൈഫ് ഈസി ആക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതി. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അഗാറോ പ്രോഡക്ട്സ് കുറച്ചും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതിനുള്ളൊരു റിപ്ലൈ ആണ്. അപ്പം ഇതിന് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ. ഇത് വാം കുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഞാനതിൻ്റെ ബ്രാൻഡ് കാണിക്കുന്നില്ല, ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ മാത്രം. പിന്നെ ഇതിൽ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രീസെറ്റ് ചെയ്ത ഫങ്ഷൻസോ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. അതുപോലെ സിംഗിൾ കുക്കിംഗ് പ്രോസസ്സേ പറ്റുള്ളൂ. നമുക്കൊന്ന് കീപ്പ് വാം ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സിംഗിൾ കുക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു ബേസ് ലെവലിൽ തന്നെ ഒരു 3 ലിറ്റർ, ഏറ്റവും കുറഞ്ഞത് 3 ലിറ്ററിന് ഒരു മിനിമം 2500 റേഞ്ചിൽ നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പം ഇത്രയും പ്രൈസ്, നമ്മൾ 3 ലിറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് ആകെപ്പാടെ ഒരൊറ്റ ഫങ്ഷനേ ഉള്ളൂ, അരി കുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം. വേറെ ഒരു ഫങ്ഷൻസും ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. അതേ ഇതിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അഗാറയുടെ ഈ ഒരു ഇലക്ട്രിക് റീഗൽ റൈസ് കുക്കർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
ഇതിൽ നമുക്ക് വൈറ്റ് റൈസ് കുക്ക് ചെയ്യാനും ബ്രൗൺ റൈസ് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഷോർട്ട് ഗ്രെയിൻ പോറേജ്, സ്റ്റീം, സ്ലോ കുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഫുഡ് വാമായിട്ട് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ആക്സസറീസും വരുന്നുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ്. അതുപോലെ ഒരു സ്റ്റീമിംഗ് പോട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പും ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു കുക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് പ്രഷർ നമുക്ക് കളയാനുള്ളൊരു വെൻ്റാണ്. പുറത്തേക്ക് വരുന്ന വെള്ളമെല്ലാം ഇതിൽ സ്റ്റോർഡ് ആവും. ഇത് ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം. ഞാൻ ഈ 2 റൈസ് കുക്കറിലും ഒരേ അളവിൽ ഏകദേശം ഒരു 1/2 കപ്പ് റൈസ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ക്ലോസ് ചെയ്ത് രണ്ടും ഒരേ ടൈമിൽ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. നോർമൽ കുക്കർ ജസ്റ്റ് പ്ലഗ് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. അഗാരോയുടെ ഈ ഒരു റീഗൽ ഇലക്ട്രിക് റൈസ് കുക്കറിൽ നമ്മൾ വൈറ്റ് റൈസ് ഓപ്ഷൻ കൊടുത്തു, സ്ലോ കുക്ക് ഓപ്ഷൻ കൊടുത്തു. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് കുക്കായിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു നോർമൽ റൈസ് കുക്കറിൽ നിങ്ങൾക്ക് കാണാം അരിയെല്ലാം തണുത്ത് ആകെ ഒരു ടെക്സ്ചറിന് ഭയങ്കര ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെയിൻഡ് ആവും, അടിയിൽ പിടിച്ച് കറയൊക്കെ കളയാൻ വലിയ പാടായിരിക്കും. പക്ഷേ അതേ സമയം നമ്മുടെ ഈ ഒരു അഗാരോടത് നമ്മളൊരു ഇതേ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇപ്പോഴും റൈസ് ഇരിക്കുന്നത്. അതുപോലെ ക്ലീനായിട്ട് കുക്ക് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ കറയാവുകയോ ഒന്നും ചെയ്യത്തില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം നമ്മൾ കഴിക്കാൻ എടുക്കുന്നോ ആ ഒരു റൈസ് ചൂടോടുകൂടി കിട്ടും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ദിസ് ഈസ് വൈ ഐ ചൂസ് അഗാറോ പ്രോഡക്ട്സ്. അഗാറോയുടെ ഈ ഒരു റൈസ് കുക്കർ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് ആ കൊടുക്കുന്ന പൈസയേക്കാൾ ഒരുപാട് വേർത്ത് എനിക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ എന്താ പറയുക, എനിക്ക് 100% ഗ്യാരണ്ടിയാണ് നമുക്ക് നമ്മുടെ പൈസ വേസ്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യത്തേയില്ല. ഒരുപാട് നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഭയങ്കര ഈസി ആക്കും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടും കുക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും എനിക്കിപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സമയം എനിക്ക് അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അപ്പം ഇനി എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ഹെൽപ്പോടുകൂടി. എനിക്ക് അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ചൂടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ, അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്തതും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും ഒക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു എയർ ഫ്രയറിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈം ഒരുപാട് എനിക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ എനിക്ക് അപ്പം വന്ന് നോക്കിയാൽ മതി. മറ്റേ നമ്മളിപ്പം എണ്ണയിൽ വറക്കുമ്പോഴൊക്കെ നമ്മൾ അടുത്ത് നിൽക്കണം, അത് തിരിച്ചിട്ട് കൊടുക്കണം, മറിച്ചിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു സമയം വരുന്നില്ല. അപ്പം ഇതുപോലെ ബിസി ലൈഫ് ഉള്ളവർക്കും അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ്സ്. അപ്പം എന്താ പറയുക, ദിസ് ഇസ് നോട്ട് വേസ്റ്റ് ഓഫ് ടൈം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എനിവേ, ഞാനിതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഇനി എന്താ പറയുക, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അടുത്തത് ഇനിയിപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഉടനെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.